ഞാനൊരു വനിതയും കണ്ടില്ല. ഞാൻ ആകെ കണ്ട ഒരു വനിത നീയ. ഓ തമാശക്കല്ലേ രാവിലെ തന്നെ പറ വായിക്കാൻ എടുത്തോ? ഞാൻ എടുത്തില്ലാന്ന്. എനിക്കിത് വായിക്കണ സ്വഭാവമില്ല, നിനക്ക് അറിഞ്ഞൂടെ? അതെനിക്കറിയാം. പണ്ടേ നിങ്ങൾ പുസ്തക വിരോധിയാണല്ലോ. എടി, അത് വിരോധം കൊണ്ടൊന്നുമല്ല, അത് ചെറുപ്പം മുതലേ ഉള്ള ശീലമാ. പുസ്തകം തുറന്നു കഴിഞ്ഞാൽ എന്താണാവോ എനിക്ക് അപ്പുറക്കം വരും. വായനശാല സെക്രട്ടറി ആവാൻ പറ്റിയ സ്വഭാവം. എടി, ഒരു സ്ഥാനത്ത് ഇരിക്കുമ്പോ അതുമായിട്ട് ബന്ധം വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല, അങ്ങനെ എവിടെയും പറയുന്നില്ല. അത് ശരിയായിരിക്കും കേട്ടാ. അങ്ങനെയാണെങ്കിൽ ഒറ്റ മന്ത്രിമാർ ആ സ്ഥാനത്ത് ഉണ്ടാവില്ലല്ലോ. ഓ, വായിച്ച് നിനക്ക് വിവരൊക്കെ വെച്ച് തുടങ്ങിയല്ലേ? അതൊക്കെ ഉണ്ട്, വനിത വായിക്കണേന്റെ. രാവിലെ കിടക്കും പിള്ളേരെ പോലെ. എന്നിട്ട് വയ്ക്കുക സത്യേട്ടാ. എന്തായി കാണിക്കണത്? എനിക്കാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഇരുന്നേ പറ്റൂ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ നേതാജി ക്ലബിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഓ, അപ്പോഴേ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് പഠിത്തമൊക്കെ കഴിഞ്ഞ് രാഷ്ട്രീയത്തിൽ വന്നിട്ട് LC സെക്രട്ടറി വരെ. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. അത് പറഞ്ഞൂടാ. അത് വലിയ കാര്യം. പാർട്ടിയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പോസ്റ്റാണ്. എന്നിട്ട് പിന്നെ എന്താ സത്യേട്ടൻ അതിന്ന് പോന്നേ? അവർക്ക് എന്നെ പറ്റില്ലല്ലോ. ഞാൻ സ്വർണ്ണ മോതിരിടും, സ്വർണത്തിന്റെ ചെയിൻ ഇടും, പിന്നെ അമ്പലത്തിൽ പോവും. അതൊക്കെ ബൂർഷ്വാ മെന്റാലിറ്റി ആണെന്ന്. ഓട്ടമില്ലെന്ന് പറഞ്ഞ് ഞാനും പോകുന്നു. പിന്നല്ലാതെ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? അത് കഴിഞ്ഞിട്ടല്ലേ ഞാൻ അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ആയത്. അവർ പിടിച്ച് പുറത്താക്കുകയും ചെയ്തു. അവർ പിടിച്ച് പുറത്താക്കിയതല്ലോ, ഞാൻ പോന്നതല്ലേ. അതെന്തിനാ? ഈ കണക്കല്ലേ, കണക്ക് നോക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. പിന്നെ അതിനവരെല്ലാരും കൂടെ കൂടിയിട്ട് എന്നെ അമ്പലം വിഴുങ്ങി എന്ന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതിനെന്നെ കിട്ടില്ല, ഞാനിങ്ങ് പോന്നു. അങ്ങനെ സ്ഥാനങ്ങളിൽ നിന്ന് സ്ഥാനങ്ങളിലൂടെയുള്ള യാത്രയില് ഇപ്പോ മഹാത്മാ വായനശാലയുടെ സെക്രട്ടറി വരെ ആയി നിൽക്കുന്നു. പറ്റിയ സ്ഥലത്ത് എത്തി. അല്ല പിന്നെ. എന്നിട്ട് പക്ഷേ അവിടെ എനിക്കെതിരെ ചില ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. അയ്യോ, അപ്പൊ അവരും പിടിച്ചു പുറത്താക്കോ? അവര് പിടിച്ചു പുറത്താക്കൊന്നുമില്ല. ആ മുൻ സെക്രട്ടറി കോയ, അവന്റെ ചില ശിങ്കിടികളുണ്ട്. അവർക്ക് എന്നെ അത്ര പിടുത്തമില്ല. എന്താന്ന് ചോദിച്ചപ്പോ വായനശാല വികസിക്കുന്നില്ല എന്നുള്ളതാണ് അവരെ പരാതി. ഏതോ തൊട്ടപ്പുറത്തൊരു വായനശാലയ്ക്ക് കെട്ടിടം പണിയാനും പിന്നെ പുതിയ പുസ്തകങ്ങൾ വാങ്ങിക്കാനൊക്കെ അവര് ശ്രമിച്ചു. അവർക്ക് അതൊക്കെ കിട്ടി എന്ന് പറയുന്നു. ഇപ്പൊ നമ്മളിപ്പോ ഇത് പറയാനായിട്ടല്ലോ ഗവൺമെന്റ് തരണ്ടേ. അതാണ്. അത് തന്നെയാണ്. അല്ല സത്യേട്ടാ, ആലോചിക്കുമ്പോ അവര് പറയുന്നതിലേ കാര്യമുണ്ടോ?